നമസ്കാരം. സ്റ്റാൻഡേർഡ് PSCയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കാത്തിരുന്ന ലാബ് അസിസ്റ്റന്റ് എക്സാമിന്റെ പ്രൊവിഷണൽ ആൻസർ കീ PSC ഇന്ന് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. സാധാരണഗതിയിൽ ശനിയാഴ്ച എക്സാം കഴിഞ്ഞാൽ തിങ്കളാഴ്ചയൊക്കെ പ്രൊവിഷണൽ കീ വരാറുണ്ട്. പക്ഷെ ഇത് ചൊവ്വാഴ്ച ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് എന്നാണ് എൻ്റെ ഓർമ്മ. രാവിലെ ചെക്ക് ചെയ്ത സമയത്ത് വന്നിട്ടില്ല. അത് വൈകുന്നേരം നോക്കിയപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വൈകിയാണ് അപ്ലോഡ് ചെയ്തത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഈ ടാറ്റ PSC എന്ന് പറയുന്ന ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. PSC ഉദ്യോഗാർത്ഥികളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ, സഹായിക്കുന്ന രീതിയിലുള്ള ഒരു ചാനലാണ്. ഇത് ഫോളോ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അറിയും. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക. അത് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അപ്പോൾ പ്രൊവിഷണൽ ആൻസർ കീ സാധാരണ പോലെ തന്നെ എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ഉണ്ടാകും. കാരണം എന്താണോ ചോദ്യകർത്താവ് ഉദ്ദേശിച്ച ആൻസർ വെച്ചിട്ടാണ് പ്രൊവിഷണൽ ആൻസർ കീ പുറത്തിറക്കുക അല്ലെ. പിന്നെ മെയിൽസിന്റെ ആൻസർ കീ വരുന്ന സമയത്താണ് അതിൽ ഡിലീഷനും ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കറക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഉൾപ്പെടുത്തും. അതൊക്കെ ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ചലഞ്ച് ചെയ്യുക എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അതായത് നമ്മുടെ പ്രൊഫൈൽ വഴി തന്നെ റിക്വസ്റ്റ് എന്ന് പറയുന്ന മെനുവിൽ ക്വസ്റ്റ്യൻ ചലഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ എന്റെ തോട്ടത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ സത്യത്തിൽ ചലഞ്ച് ചെയ്യാനുണ്ട്. എന്നാൽ വ്യക്തമായിട്ട് ചലഞ്ച് ചെയ്യേണ്ട 2 ചോദ്യങ്ങളാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത്. അത് പറ്റുന്ന ആളുകൾക്കൊക്കെ ചലഞ്ച് ചെയ്യാം. എന്താണ് അതിനുള്ള പ്രൂഫ് എന്നുള്ളതടക്കം നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ഈ 100 ചോദ്യത്തിനുള്ള ഇതിന്റെ പ്രൊവിഷണൽ ആൻസർ കീ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ടാൻഡം PSC എന്ന ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ ഇതിന്റെ PDF ക്വസ്റ്റ്യൻ പേപ്പറിന്റെയും ഈ പ്രൊവിഷണൽ കീയുടെയും PDF അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ചാനലിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി അതിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ആ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഈ PDF ഞാൻ അതിൽ ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് റെഫർ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ പിന്നെ PSCയുടെ വെബ്സൈറ്റിൽ നിന്നും ഇത് കിട്ടും. അപ്പൊ ഇതിൽ ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് ഈ മലയാളത്തിലെ ഈ 91ാമത്തെ ചോദ്യം. ക്വസ്റ്റ്യൻ കോഡ് ലെറ്റർ A പ്രകാരമുള്ള 91ാമത്തെ ചോദ്യമാണ്. കോഡ് ലെറ്റർ മാറുന്നതനുസരിച്ച് ക്വസ്റ്റ്യൻ നമ്പർ മാറും. അപ്പൊ കോഡ് ലെറ്റർ Aയിൽ 91ാമത്തെ ചോദ്യമാണ്. ശരിയായ പദം തിരഞ്ഞെടുക്കുക. അതിൽ അപരാധിയുണ്ട്, അതിഥിയുണ്ട്, അശ്ലേഷമുണ്ട്, അനുഗ്രഹമുണ്ട്. ഇതിൽ നമുക്കറിയാം ഈ 2 ഓപ്ഷനും ഇതിൽ ശരിയാണ്. അപരാധി ശരിയാണ്, അതിഥിയും ശരിയാണ്. എന്നാൽ ആൻസർ കീ പ്രകാരം 91ന്റെ അത് കൊടുത്തിട്ടുള്ളത് A ആണ്. A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപരാധി മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ അതിഥി എഴുതിയ ആളുകളുടെ അവസ്ഥ എന്താണ്? അല്ലെങ്കിൽ അതിഥി എന്നത് പഠിച്ചിട്ട് ഇത് ശരിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ അതിഥി എഴുതിയ ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മാർക്ക് നഷ്ടപ്പെടാൻ പറ്റില്ല. അല്ലെ, അപരാധി ചെയ്ത ആൾക്കും മാർക്ക് നഷ്ടപ്പെടാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാം. കൂടുതൽ ആളുകൾ എഴുതിയിട്ടുണ്ടാവും അതിഥി എന്ന് പറയുന്ന ആൻസർ ആയിരിക്കും. കാരണം നമുക്കറിയാം, നമുക്ക് സുപരിചിതമായിട്ടുള്ള ഒരു പദമാണ് അതിഥി. തിഥി നോക്കാതെ വരുന്നവൻ അതിഥി എന്നുള്ളത് നമ്മൾ ഈ ലാസ്റ്റ് ദിവസം എക്സാമിന് തലേ ദിവസം ചില വാക്കുകൾ പഠിപ്പിച്ച കൂട്ടത്തിൽ പഠിപ്പിച്ച ഒരു വാക്കായിരുന്നു ഈ അതിഥി എന്നുള്ളത്. അപ്പൊ ഈ ക്ലാസ്സിൽ കേട്ട ആളുകൾ അതിഥി എന്നുള്ളത് കറക്റ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ടാകും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ചലഞ്ച് ചെയ്യാം. അപ്പൊ ഇത് ചലഞ്ച് ചെയ്യാൻ ഒരുപാട് സ്ഥലത്ത് ഈ അതിഥി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിഥിയുടെ സ്പെല്ലിംഗ് കറക്റ്റ് ആണ് എന്നുള്ളത്. പക്ഷെ PSCക്ക് ബോധ്യപ്പെടണമെങ്കിൽ ചില തെളിവുകളൊക്കെ കൊടുക്കണമല്ലോ. അപ്പൊ ഇവിടെ പിന്നെ SCRT-യിലോ പിന്നെ ഭാഷാധാരവലിയിലോ ഒക്കെ ഇതിന്റെ ഇതുണ്ടോന്ന് അറിയില്ല. അത് നോക്കാൻ എനിക്ക് സമയം കിട്ടിയിട്ടില്ല. പ്രത്യേകിച്ച് മലയാള ഭാഷാ പണ്ഡിതനില്ലാത്തത് കൊണ്ട് തന്നെ ആ നിലക്ക് നോക്കിയിട്ടില്ല. പക്ഷെ PSC തന്നെ ഈ അടുത്ത് കൊടുത്തിട്ടുള്ള ഒരു ആൻസർ കീ ആണിത്. അതായത് നമ്മുടെ ഇടുക്കി, മലപ്പുറം ജില്ലകൾക്ക് വേണ്ടി നടത്തിയിട്ടുള്ള LTC പരീക്ഷയിൽ 93ാമത്തെ ചോദ്യം. ഈ 93ാമത്തെ ചോദ്യത്തിൽ നോക്കൂ. താഴെ കൊടുത്തിരിക്കുന്നവർ തെറ്റായി എഴുതിയിരിക്കുന്ന പദമാണ് എന്ന് ചോദിച്ചിട്ട് അതിൽ അടിമത്തമുണ്ട്, അതിഥിയുണ്ട്, അജ്ഞാനമുണ്ട്, അഞ്ചാനമുണ്ട്, അധിഷ്ഠിതമുണ്ട്. ഇവിടെ PSC ഇതിന്റെ ആൻസർ കീയിൽ, ഫൈനൽ ആൻസർ കീയിൽ കൊടുത്തിട്ടുള്ള ആൻസർ C ആയിരുന്നു. C ആണ് കറക്റ്റും. കാരണം ഇത് മാത്രമാണ് തെറ്റും, ബാക്കിയൊക്കെ ശരിയാണ്. അപ്പൊ അങ്ങനെയെങ്കിൽ ഈ ഒരു ആൻസർ കീ പ്രകാരം എന്താണ് അതിഥി എന്ന് പറയുന്ന ഈ ഒരു സ്പെല്ലിംഗ് കറക്റ്റ് ആണ്. ഇതേ സ്പെല്ലിംഗ് തന്നെയല്ലേ ഇവിടെ കൊടുത്തത്. നോക്കൂ, എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? 140/2024 ഇതിന്റെ ക്വസ്റ്റ്യൻ കോഡ് എന്നാണ് ഇത് ഓർമ്മ. 140/2024. അതായത് LTC പരീക്ഷയ്ക്ക് വേണ്ടി മലപ്പുറം, ഇടുക്കി ജില്ലകൾക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ ആൻസർ കീയിലാണ് ഈ പറയുന്ന
അതിഥി എന്നുള്ളത് ശരിയായി എന്നുള്ള രീതിയിൽ ആൻസർ കീ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് ചലഞ്ച് ചെയ്താൽ PSC അത് ആക്സെപ്റ്റ് ചെയ്യേണ്ടതാണ്. ചെയ്യുമെന്ന് അറിയില്ല. ഏതായിരുന്നാലും നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യും. അതല്ലാതെ വേറെ എവിടെയെങ്കിലും ഭാഷാ താരാവലിയിലോ എവിടെയെങ്കിലും ഒക്കെ ഇതിന്റെ ഈ അതിഥിയുടെ യഥാർത്ഥ സ്പെല്ലിംഗ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാം. അവിടെ പുസ്തകം ഏതാണ്, ആരാണ് ഓതർ എന്നൊക്കെ കുറെ ചോദ്യങ്ങളൊക്കെ അതിൽ ചോദിക്കുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ കറക്റ്റായിട്ട് പുസ്തകം കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ കൊടുക്കുക. അല്ലെങ്കിൽ PSCയുടെ കേരള PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് പ്രകാരമുള്ള ക്വസ്റ്റ്യന്റെ പരിധിക്ക് ഇങ്ങനെ കൊടുത്തെന്ന് പറഞ്ഞിട്ട് ചെയ്തു നോക്കാം. PSC സ്വീകരിക്കുക ഇല്ല എന്നുള്ളത് അറിയില്ല. ഏതായിരുന്നാലും ആ രീതിയിൽ ഇത് നിങ്ങൾക്ക് ഒന്ന് ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ്. കാരണം ഈ അധികം ആളുകൾ ശരിയാക്കിയിട്ടുള്ള ചോദ്യമായിരിക്കും. അപ്പൊ അറിഞ്ഞുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ ശരിയാക്കിയിട്ട് പിന്നെ അതിന് മൈനസ് മാർക്ക് ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും എന്തെല്ലാം ഒരു നല്ല കാര്യമല്ല അല്ലെ. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടാലന്റ് PSC എപ്പോഴും ഉദ്യോഗാർത്ഥികളുടെ കൂടെ നിന്നിട്ടുള്ള ഒരു ചാനലാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ചലഞ്ച് ചെയ്യാൻ നിങ്ങളോട് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതൊരു ഈ ഒരു ക്വസ്റ്റ്യന്റെ ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പൊ ഇതുവരെ ചലഞ്ച് ചെയ്യുന്ന ആളുകളാണെങ്കിൽ സിമ്പിൾ ആണ്, വലിയ കാര്യമൊന്നുമില്ല. നിങ്ങളുടെ PSC പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ റിക്വസ്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് എന്ത് റിക്വസ്റ്റ് ആണ് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ചോദ്യം ഉണ്ടാവും. അവിടെ കോംബോ ബോക്സിൽ ആ ലിസ്റ്റിൽ ക്വസ്റ്റ്യൻ പ്രൊവിഷണൽ കീ കംപ്ലൈന്റ് എന്ന് പറഞ്ഞിട്ട് പ്രൊഫഷൻ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക് മനസ്സിലാവും എന്താ ചെയ്യേണ്ടത് എന്നുള്ളത്. ഓരോ ക്വസ്റ്റ്യനുകൾ അങ്ങനെ വരും. ഏത് ക്വസ്റ്റ്യൻ ആണ്, ക്വസ്റ്റ്യൻ ലെറ്റർ എ പ്രകാരമുള്ള ക്വസ്റ്റ്യൻ നമ്പർ ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ കൊടുക്കാം. എന്നിട്ട് പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഏതാണ് നിങ്ങൾ ശരിയായിട്ട് നിങ്ങൾ കണക്കാക്കുന്നതെന്ന് ചോദിക്കും. അപ്പൊ രണ്ടും ശരിയാണെന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഉത്തരം മറ്റൊരു ഓപ്ഷൻ ആണെന്നുള്ളത് രണ്ടും വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ രണ്ടും തെറ്റാണെന്ന് പറയുമ്പോൾ രണ്ടിന്റെയും ചോയ്സ് നിങ്ങൾ കാണിച്ചു കൊടുക്കേണ്ടി വരും. അതിലും നല്ലത് ശരിയായ ഉത്തരം ഇതാണെന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിൽ അതിന്റെ മാത്രം ചോയ്സ് കാണിച്ചിട്ട് ഓൾറെഡി എ ശരിയാണെന്ന് PSC പറഞ്ഞ സ്ഥിതിക്ക് ബി ശരിയാണെന്നുള്ളത് കൊടുത്താലും മതിയാകും. അങ്ങനെ ബിയുടെ ഇത് മാത്രം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട അപ്ലോഡിങ് മാത്രം നമ്മൾ ടാക്സ് മാത്രം ചെയ്താൽ മതി. എന്തുകൊണ്ടാണ് ഇത് ശരിയെന്നുള്ളത് ഉള്ള ചോദ്യമുണ്ട്, ഡിസ്ക്രിപ്റ്റീവ് ചോദ്യം ഉണ്ടാകും. അവിടെ കാര്യങ്ങൾ മലയാളത്തിൽ ടൈപ്പ് ചെയ്യാം. അതിനുശേഷം അറ്റാച്ച് ചെയ്യാനുള്ളത് അറ്റാച്ച് ചെയ്തിട്ട് സേവ് ചെയ്യാനുള്ള ഓപ്ഷനാണ് അതിലുള്ളത്. ഓക്കെ, ക്ലിയർ ആയിട്ട് നാം വിചാരിക്കുന്നു. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാം. അതിനിടയ്ക്ക് ഞാൻ പറയാറുള്ളത് പോലെ നമ്മുടെ ടാലന്റ് PSCയുടെ ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസിൽ തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു കോഴ്സ് ഉണ്ട്. ചെറിയ കോഴ്സ്, ഫീസിലുള്ള ഒരു കോഴ്സാണ്. ഫീസ് വാങ്ങാതെ ഫ്രീ ആയിട്ടായിരുന്നു നമ്മൾ നേരത്തെ LSCS സമയത്തൊക്കെ കോഴ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ കുറച്ചുകൂടി ഒരു സ്റ്റാഫിനൊക്കെ വെച്ചിട്ട് ക്ലാസ് കൊടുക്കേണ്ട സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ ചെറിയൊരു ചെലവ് ഏതായാലും വരുന്നത് അറിയാം. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയൊരു ഫീസ് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഈടാക്കുന്നുള്ളൂ. സ്പെഷ്യൽ ടോപ്പിക് പേപ്പർ 2 മാത്രമുള്ള ബാച്ച് ആണെങ്കിൽ വെറും 1099 രൂപയാണ് നമ്മുടെ OSP വരുന്നത്. അതേപോലെ പ്ലസ് GK കൂടിയുള്ള ബാച്ച് ആണെങ്കിൽ 1499 രൂപയുമാണ്. ഇത്രയും കുറഞ്ഞ റേറ്റിന് ഈ ക്ലാസ് എവിടെ നിന്നും കിട്ടൂല. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. നിങ്ങളെ സഹായിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ കോഴ്സ് നമ്മൾ ചെയ്യുന്നത്. പ്രത്യേകിച്ച് സ്പെഷ്യൽ ടോപ്പിക് ഒക്കെ ഡൊമൈൻ എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ക്ലാസ് എടുത്തു തരാൻ സാധിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് ഇങ്ങനെ ഒരു ബാച്ച് നടത്തുന്നത്. കഴിഞ്ഞ LSCSന്റെ ഫൈനൽ മെയിൻസ് എക്സാമിന്റെ ബാച്ച് ആണെങ്കിലും ഇന്റർവ്യൂ ബാച്ച് ഇപ്പോൾ ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്റർവ്യൂ ബാച്ചിന് കുട്ടികൾക്ക് ഒരുപാട് പേർക്ക് നമ്മുടെ ക്ലാസ്സിൽ ഉപകാരപ്രദമായി എന്നുള്ള സന്തോഷ വാർത്ത അവരിങ്ങനെ അറിയിക്കുന്നത് നമുക്ക് വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. കാരണം എങ്ങനെയെങ്കിലും ഈ ഒരു ഉദ്യോഗാർത്ഥികളെ സഹായിക്കാൻ ഏത് രീതിയിൽ സഹായിക്കാൻ കഴിയുമെന്നുള്ള ആ ഒരു തരത്തിലാണ് ടാലന്റ് PSC പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പേപ്പർ 2 മാത്രമാണെങ്കിൽ 1099 രൂപ മാത്രമാണ് ഫീസ് വരുന്നത്. പൂർണ്ണമായിട്ട് നമുക്ക് മാക്സിമം ആ ഒരു പേപ്പർ 2 എല്ലാ ഭാഗങ്ങളും കവർ ചെയ്യും. ജൂൺ 16-ാം തീയതി നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട പേപ്പർ 2 കോൺസ്റ്റിറ്റ്യൂഷൻ, അതേപോലെ ജോഗ്രഫിയായിട്ട് ബന്ധപ്പെട്ട ചില ഭാഗങ്ങൾ, ഇ ഗവേണൻസ് ഉണ്ട്. ഇതൊക്കെ എല്ലാ എക്സാമിനും കോമൺ ആയിട്ട് വരുന്നതാണ്. ആ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കവർ ചെയ്യുന്നത്. ഇനി 22-ാം തീയതി സെക്കൻഡ് ഫേസ് എക്സാം കൂടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെന്റ്, അതേപോലെ കേരള മോഡൽ ഡെവലപ്മെന്റ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് തുടങ്ങിയിട്ടുള്ള പക്ക സ്പെഷ്യൽ ടോപ്പിക്കുകളുടെ ഡിസ്കഷൻ കൂടി ഉണ്ടാകും. അപ്പോൾ പ്രഗത്ഭരായ അധ്യാപകരുടെ സേവനം നമ്മുടെ ക്ലാസ്സിൽ ലഭ്യമാണ്. താല്പര്യമുള്ള ആളുകൾ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 7034-327-690-9544-166-690 രണ്ട് നമ്പറിലും കോൺടാക്ട് ചെയ്യുക. ഇതിൽ വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ രണ്ടാമത്തെ നമ്പറാണ് കുറച്ചുകൂടി പ്രിഫർ ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു വാട്സപ്പ് നമ്പർ അതാണ്. ഫസ്റ്റ് നമ്പറിൽ കോൾ ചെയ്താലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. കോഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റിയത് ഇങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. 53-ാമത്തെ ക്വസ്റ്റ്യൻ
53ാമത്തെ ക്വസ്റ്റ്യൻ കോഡ് ലെറ്റർ എ പ്രകാരമാണ് ഞാൻ പറയുന്നത്. 59ാമത്തെ ക്വസ്റ്റ്യൻ, IPL ക്രിക്കറ്റ് ലീഗിൽ തന്റെ ആദ്യ മത്സരത്തിൽ തന്നെ 5 വിക്കറ്റ് നേട്ടം സ്വന്തമാക്കി ശ്രദ്ധേയനായ മലയാളി ക്രിക്കറ്റ് താരം ആരായിരുന്നു എന്നായിരുന്നു ചോദ്യം. PSC കൊടുത്തിട്ടുള്ള ഉത്തരസൂചിക പ്രകാരം വിഘ്നേഷ് പുത്തൂരാണ് ഇതിന് ആൻസർ കൊടുത്തത്. വിഘ്നേഷ് പുത്തൂർ എന്നുള്ള ഉത്തരം ശരിയാണ്, പക്ഷെ ഇവിടെ തെറ്റ് ചോദ്യത്തിലാണ്. കാരണം 5 വിക്കറ്റ് അല്ല വിഘ്നേഷ് പുത്തൂർ നേടിയിട്ടുള്ളത്, 3 വിക്കറ്റാണ്. ഈ ഒരു IPL ആദ്യത്തെ മത്സരത്തിൽ വിഘ്നേഷ് പുത്തൂർ നേടിയിട്ടുള്ളത് 3 വിക്കറ്റ് നേട്ടമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരു ഉദ്യോഗാർത്ഥി ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഉദ്യോഗാർത്ഥി ചിന്തിക്കുകയാണ്, വിഘ്നേഷ് പുത്തൂരിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയുന്ന ഒരാളാണെങ്കിൽ അവന് വിചാരിക്കും 3 വിക്കറ്റാണ് വിഘ്നേഷ് പുത്തൂർ നേടിയത്, അപ്പൊ ഇതിന് ഉത്തരം വിഘ്നേഷ് പുത്തൂർ അല്ല, മറ്റൊരാളായിരിക്കും ആൻസർ എന്ന് വിചാരിച്ച് ആ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്ത പോയ ആളുണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ ചലഞ്ച് ചെയ്യേണ്ടതാണ്. ആ രീതിയിൽ ഇത് ചലഞ്ച് ചെയ്യാം. അപ്പൊ ഇതിന് പ്രൂഫ് ഒന്നും ചോദിക്കില്ല, കാരണം ഇതിൽ ക്വസ്റ്റ്യൻ തെറ്റാണെന്നാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ എന്തുകൊണ്ടാണ് ക്വസ്റ്റ്യൻ തെറ്റാണെന്ന് നിങ്ങൾ പറയുന്നത് ചോദ്യമുണ്ട്. അവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്താൽ മതി. ഈ പറയുന്ന അദ്ദേഹം മത്സരത്തിൽ 3 വിക്കറ്റാണ് നേടിയത് എന്നുള്ളത് പറഞ്ഞു കൊടുത്താൽ മതി. അവിടെ പിന്നെ അറ്റാച്ച്മെന്റിന്റെ ആവശ്യമില്ല. സോ ജസ്റ്റ് ഞാനൊന്ന് ഗൂഗിൾ AI തന്നിരിക്കുന്ന ആൻസർ ഒന്ന് കാണിച്ചു തരാം. ഇൻ ഹിസ് ഫസ്റ്റ് IPL മാച്ച് വിഘ്നേഷ് പുത്തൂർ ടുക്ക് 3 wickets for Mumbai Indians against Chennai Super Kings. 3 വിക്കറ്റാണ് നോക്കിയിട്ടുള്ളത്. മറ്റൊരു സൈറ്റും ഇതേ ആൻസർ തന്നെയാണ് പറഞ്ഞത്. 3 വിക്കറ്റ് ഏത് സൈറ്റിൽ തെരഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊരു ഇതാണല്ലോ, എന്താ പറയുക, ഇതൊരു ഹിസ്റ്ററിയാണ്. അത് പിന്നെ മാറ്റം വരാൻ സാധ്യതയില്ല. 3 വിക്കറ്റാണ് ഈ പറയുന്ന വിഘ്നേഷ് പുത്തൂർ ഈ ഒരു കളിയിൽ നേടിയിട്ടുള്ളത്. പിന്നെ ചലഞ്ച് ചെയ്യാൻ പറ്റിയ ചോദ്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതുപോലെ ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിന്നെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു തെറ്റ് എന്ന് അതിൽ പറയാൻ പറ്റില്ല. എക്സാമ്പിൾ മാത്സിന്റെ ഭാഗത്ത് 2n+5 തന്നിട്ട് അവിടെ എക്സിന്റെ വാല്യൂ ചോദിച്ച ചോദ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ ചോദ്യം കണ്ടാൽ എല്ലാവർക്കും അറിയാം അവിടെ ചോദിച്ചത് എന്നിന്റെ വാല്യൂ ആണ് ഉദ്ദേശിച്ചത്, എക്സിന്റെ വാല്യൂ അല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അതൊരു ധാർമ്മികമായിട്ട് അതൊരു ശരിയല്ല. പിന്നെ ആ പുസ്തകം കിട്ടാത്തവർ അത് ചലഞ്ച് ചെയ്യും ചിലപ്പോ. പക്ഷെ അതിനെക്കൊണ്ട് ആ ഒരു രീതിയോട് ഡൈനാമിക്സ് ഒരിക്കലും യോജിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അതിനെ പ്രോത്സാഹിപ്പിക്കാറുള്ളത്. കാരണം അവിടെ എന്നിന്റെ വാല്യൂ ആണ് ചോദിച്ചത് എന്നുള്ളത് ഏതൊരാൾക്കും പെട്ടെന്ന് മനസ്സിലാകുന്ന സംഗതിയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഈ 2 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലെ ഇനി ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന മറ്റേതെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ അടിയിൽ കമന്റ് ചെയ്യാം. എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഈ 2 ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നല്ല ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.